എന്ന വാക്ക് പറയല്ല. പരിശുദ്ധ ഖുർആൻ കടക്കുകയാണ്. മുഅ്മിനീങ്ങളെ ആലോചിക്കുക, എന്താ ഈ പറഞ്ഞത് അല്ലേ? എന്തേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു നോക്കാൻ നിങ്ങൾ? അന്റെ വീട്ടിൽ പ്രായമുള്ള വയസ്സായ ഉമ്മയും വയസ്സായ ഉപ്പയും എത്തിയാൽ അവരോട് നീ ഛേ എന്ന വാക്ക് പറയല്ല മോനെ. പരിശുദ്ധ ഖുർആൻ കൽപ്പനയാണ്. അവരോട് നീ ഛേ എന്ന വാക്ക് പറയല്ല. എന്താണ് ഈ ഖുർആൻ പറഞ്ഞതിന്റെ ധ്വനിയന്റെ മുഅ്മിനീങ്ങളെ ആലോചിക്കണം. അഥവാ വയസ്സായ ഉമ്മയും ഉപ്പയും വീട്ടിലെത്തിയാൽ അവർ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെ വന്നാൽ നീ പറയല്ല. പരിശുദ്ധ ഖുർആൻ വയസ്സാകുമ്പോ പറയല്ല എന്നാ പറഞ്ഞത്. എന്താ കാരണം? നിങ്ങൾ എന്നാ കാരണത്തിലേക്ക് ഒന്ന് ചിന്തിച്ചോ അല്ലേ? നമ്മളെ ഉമ്മമാര് നമ്മളെ ഉപ്പമാര് കുട്ടികളെ വായിൽ നിന്ന് ഒലിക്കുന്ന ആ കേല എന്താ പ്രയോഗിക്കുക? കേല എന്ന് പ്രയോഗിക്കൂല, തേനൊലിക്കുക എന്നാ പറയാം. ഞങ്ങളെ ഭാഗത്തൊക്കെ അങ്ങനെ പറയാം അല്ലേ? തേനൊലിക്കുക എന്നാ പറയാം. നിങ്ങൾ നോക്കാൻ, നിങ്ങൾ ഒരു ഉമ്മ മകന്റെ അല്ലെങ്കിൽ മകളുടെ വായിലൂടെ വരുന്ന ഈ നീതി വെച്ച പേരെ തേനൊലിക്കുക. എന്താ തേന തീരാത്തല്ലാരാ? തേനൊലിക്കുന്നതാണ് അല്ലേ? എന്താ ആ മകന്റെ ആ മകളുടെ വാത്സല്യത്തോട് കൂടെ പറയുന്ന പ്രയോഗമാണത് അല്ലേ? ആ ഉമ്മയുടെ വായിൽ തന്റെ വായിൽ നിന്ന് ഉമ്മയുടെ ഡ്രസ്സിലേക്ക്, ഉമ്മയുടെ കാലിലേക്ക്, ഉമ്മയുടെ തലയിലേക്ക് ഒക്കെ കയ്യിൽ നിന്നാക്കിയിട്ടുണ്ട്. ഈ തേന് വന്നിട്ടുണ്ട്. ഈ തേന് വന്നിട്ടുണ്ട്. ഈ തേന് വന്ന സമയത്ത് എന്റെ ഉമ്മ എന്ത് പറഞ്ഞില്ല? ഉമിനീന് പോലും അത് പറയേണ്ടതായില്ല. തേനൊലിക്കാന്നാ പറഞ്ഞത് അല്ലേ? ആ സമയത്ത് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ പരിശുദ്ധ ഖുർആൻ മാതാപിതാക്കൾ നമ്മളെ മുമ്പിൽ വയസ്സായിട്ട് എത്തിക്കുമ്പോ, അതായത് പ്രായം ചെന്നുകൊണ്ട് എത്തിക്കുമ്പോ എന്ന വാക്ക് പറയല്ല അല്ലേ? അപ്പൊ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ മുമ്പിൽ വയസ്സന്മാരായിട്ട് എത്തിക്കുമ്പോ തീർച്ചയായിട്ടും ഈ മക്കൾക്കുള്ള അതേ സ്വഭാവം ഉമ്മാക്കും ബാപ്പാക്കും വരുന്ന. ചെറിയ മക്കളായപ്പോഴേ, നമ്മൾ ചെറിയ മക്കളായപ്പോ എന്തൊക്കെയാണ് ഉമ്മാനോട് പറഞ്ഞത്, എന്തൊക്കെ ഉപ്പാനോട് പറഞ്ഞത്, എന്തൊക്കെയാണോ അവരോട് ചെയ്തതൊക്കെ ഉമ്മി വാപ്പി ചെയ്യും. ചെറുതാകുമ്പോ നമ്മൾ ചെയ്തൊക്കെ വലുതാവോ പകരം ചെയ്യും അല്ലേ? നമ്മളുടെ വസ്ത്രത്തിലേക്ക് ഉമ്മയുടെ വല്ല കാഷ്ടവും മൂത്രക്കായ നമുക്കത് ഭയങ്കര സ്മെല്ല് സഹിക്കാൻ കഴിയുന്നില്ല. നമ്മൾ സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇതാ നമ്മളവസ്ഥ, നമ്മളെ സഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നമ്മൾ ചെറിയ മക്കളാകുന്ന സമയത്ത് ഇതേ സംഭവം നമ്മുടേത് സംഭവിച്ചിട്ടുണ്ടല്ലോ. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്റെ മുൻപിലേക്ക് ഉമ്മമാരെ വയസ്സായിട്ട് എത്തിച്ചു കഴിഞ്ഞാൽ, പ്രായമുള്ളവരായിട്ട് എത്തിച്ചു കഴിഞ്ഞാൽ എന്ന വാക്ക് പറയരുത്. ഒരു എന്ന വാക്ക് പോലും ഉമ്മയോട് പറയാൻ തന്റെ വായിൽ നിന്ന് വന്ന ഉമിനീരിനെ ഉമ്മ തേനെന്ന് പ്രയോഗിച്ചെങ്കിൽ തന്റെ മുസൈക്കിട്ട സ്ഥലത്ത് ഉമ്മാന്റെ ഉമിനീര് വരുമ്പോ അല്ലേ? തന്റെ മുസൈക്കിട്ട സ്ഥലത്ത് ഉമ്മാന്റെ ഉമിനീരൊന്ന് ചാടിയാൽ നമ്മളൊക്കെ എന്താ പേര് പറയാ അല്ലേ? എന്തോ നമ്മളൊക്കെ അതിന് പേര് പറയാ. ഇത് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ആലോചിക്കേണ്ട കാര്യ. എന്താ കാരണം അറിയുന്നത്? കാരണം ഞാൻ കടന്നു വരും ഇൻഷാ അല്ലാഹ്. സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാണ് വന്ന് ലോകത്തുണ്ടെങ്കിൽ മാതാപിതാക്കളെ ദുഃഖം